ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് മാറ്റിവെച്ച നീറ്റ് പുനഃപരീക്ഷ നാളെ നടക്കും. മെയ് 3 നടന്ന പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നതോടെയാണ് പരീക്ഷ റദ്ദാക്കിയത്. രാജ്യത്തെ 5000-ലധികം പരീക്ഷാ കേന്ദ്രങ്ങളിലും രാജ്യത്തിന് പുറത്തെ 14 കേന്ദ്രങ്ങളിലുമായി 23 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുക. അതിനു മുന്നോടിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രാജ്യവ്യാപകമായി ഇന്ന് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കും. പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിനാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന മോക്ക് ഡ്രില്ലിൽ 2.5 ലക്ഷത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥർ ഭാഗമാകും. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് ഡൽഹിയിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ 2ാം ഘട്ട സമരം ആരംഭിക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് ജന്തർ മന്ദറിൽ വെച്ച് സമരം ആരംഭിക്കും. നീറ്റ് പുനഃപരീക്ഷ നാളെയാണ് നടക്കുന്നത്. മാറ്റിവെച്ച പരീക്ഷയാണ് നാളെ നടക്കുക. ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടാണ് നീറ്റ് പുനഃപരീക്ഷ നാളെ നടക്കാനിരിക്കുന്നത്. മെയ് 3 നടന്ന പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നതോടെയാണ് പരീക്ഷ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും രാജ്യമൊട്ടാകെ വലിയ വിമർശനങ്ങൾക്കൊക്കെ കാരണമായ നീറ്റ് പുനഃപരീക്ഷയാണ് നാളെ നടക്കുക. എന്തായാലും വലിയ ജാഗ്രതയോടൊക്കെ തന്നെയാണ് എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളും തയ്യാറെടുത്തിട്ടുള്ളത്. രാജ്യത്തെ 5000-ലധികം പരീക്ഷാ കേന്ദ്രങ്ങളിലും രാജ്യത്തിന് പുറത്തെ 14 കേന്ദ്രങ്ങളുമായി 23 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. അതിന് മുന്നോടിയായിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രാജ്യവ്യാപകമായി ഇന്ന് മോക്ക് ഡ്രില്ലൊക്കെ സംഘടിപ്പിക്കുകയാണ്. പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിനാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന മോക്ക് ഡ്രിൽ 2.5 ലക്ഷത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ ഭാഗമാവുകയാണ്. അതേസമയം തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നൊരാവശ്യവുമായി കോക്രോച്ച് ജനതാ പാർട്ടി മുന്നോട്ട് വരുന്നുണ്ട്. പാർട്ടിയുടെ നേതൃത്വത്തിൽ സമരമൊക്കെ സംഘടിപ്പിക്കുകയാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് ജന്തർ മന്ദറിൽ വെച്ചൊക്കെ സമരം ആരംഭിക്കാനാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് തന്നെയാണ് ആവശ്യം. നാളെ നീറ്റ് പരീക്ഷ നടക്കാനിരിക്കുകയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി കോക്രോച്ച് ജനതാ പാർട്ടി വരുന്നത്. എന്തായാലും നാളെയാണ് മാറ്റിവെച്ച നീറ്റ് പുനഃപരീക്ഷ നടക്കുക. നമുക്കറിയാം, ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് ടെലഗ്രാം ആപ്പിന് വരെ നിരോധനം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെതിരെ ഇത്തരത്തിൽ ടെലഗ്രാം ഹർജി നൽകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. തങ്ങളോട് വിശദീകരണം തേടാതെയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ളൊരു നടപടിയൊക്കെ മുന്നോട്ട് വെച്ചതെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു ഹർജിയൊക്കെ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും വലിയൊരു പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കുമൊക്കെ ശേഷം നാളെ വീണ്ടും നീറ്റ് പുനഃപരീക്ഷ നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് മോക്ക് ഡ്രില്ലും ആരംഭിക്കും. രാവിലെ 9 മണിയോടുകൂടി തന്നെ മോക്ക് ഡ്രിൽ ആരംഭിക്കും. രാജ്യത്തെ 5000-ലധികം പരീക്ഷാ കേന്ദ്രങ്ങളിലും രാജ്യത്തിന് പുറത്തെ 14 കേന്ദ്രങ്ങളിലുമായി 23 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷ എഴുതുന്നത്. എന്തായാലും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് ഇന്ന് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. പരീക്ഷയുടെ നടത്തിപ്പ് സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുന്നത്. രാവിലെ 9 മണിയോട് കൂടി തന്നെ ഈ ഒരു മോക്ക് ഡ്രിൽ ആരംഭിച്ച് വൈകുന്നേരം വരെ നീണ്ടു നിൽക്കും. എന്തായാലും 2.5 ലക്ഷത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരും ഈ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമാകും. വായന മരിക്കുന്നു എന്ന് വിലപിക്കുന്ന ആധുനിക കാലത്ത് പുസ്തകങ്ങളെ ജീവശ്വാസമായി കാണുന്ന ഒരു മനുഷ്യനുണ്ട് മലപ്പുറം വണ്ടൂരിൽ. ആരോഗ്യവകുപ്പിൽ നിന്നും വിരമിച്ച ശേഷം തന്റെ വീടും മുറ്റവും 7000-ലധികം പുസ്തകങ്ങൾ നിറഞ്ഞ ഒരറിവിന്റെ ലോകമാക്കി മാറ്റിയിരിക്കുകയാണ് തിരുവാലി സ്വദേശിയായ KG അനിൽകുമാർ.